ഡയറക്ടർ അശ്വൻ മാരിമുത്തു കഥ എഴുതി സംവിധാനം ചെയ്ത് പ്രദീപ് രംഗനാഥൻ, അനുപമ പരമേശ്വരൻ, കായാടു ലോഹർ, ഗൗതം മേനോൻ, മൈസ്കിൻ, ജോർജ് മരിയൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ഡ്രാഗൺ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഈ ഡ്രാഗൺ എന്ന സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനൊരു സിനിമ ഈ തമിഴ് സിനിമയിൽ വന്നിട്ടില്ല. നല്ല മൂവി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട്, എന്നുവെച്ചാൽ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഫുള്ളി എൻ്റർടൈൻമെൻറ്റും കോമഡിയും ഒക്കെ കൂടിയ നല്ലൊരു കോളേജ് ലൈഫൊക്കെ കൂടിയ നല്ല ഒരു മൂവി, നല്ല ഫീൽ ഗുഡും ഒക്കെ കൂടി നല്ലൊരു മൂവി. ഒന്നും പറയാനില്ല, അത്രയും നല്ല മൂവി. ഒരാളുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവമാണ് എന്ന് വെച്ചാൽ, കോളേജിൽ പഠിച്ചിട്ട് പാസ്സാവാതെ വരുമ്പോൾ ഫേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് ജീവിക്കുന്ന ആൾ എത്ര സക്സസ് ആയാലും അയാൾക്ക് ജീവിതത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. അത് വളരെ ഭംഗിയായിട്ട് രസകരമായിട്ട് സിനിമ എടുത്തിട്ടുണ്ട്. സിനിമയിൽ ഒരുപാട് കോമഡി ഉണ്ട്, ഒരുപാട് ത്രില്ലിംഗ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്, നല്ല രസമുള്ള ഒരുപാട് പാട്ടുകളുണ്ട്, ഒരുപാട് റൊമാൻസ് ഉണ്ട്, കുറേ ഇമോഷണൽ രംഗങ്ങളുണ്ട്. ഒക്കെ വളരെ ഭംഗിയായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഈ അശ്വൻ മാരിമുത്തു എന്ന ഡയറക്ടർ സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. ഈ സിനിമയിലെ നായകൻ പ്രദീപ് രംഗനാഥൻ അടിപൊളിയാണ്, നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്താ രസറിയോ, എന്തോ അടിപൊളി അഭിനയം. ശരിക്കൊരു ധനുഷിൻ്റെ ലുക്കുണ്ട് ഈ ആക്ടറെ കാണുമ്പോൾ. അതുപോലെ ധനുഷിൻ്റെ ഒക്കെ ഏകദേശം ഒരേപോലത്തെ അഭിനയമൊക്കെയാണ്, പക്ഷേ സിനിമയിലുള്ള അഭിനയം ഒരു രക്ഷയില്ല. അതുപോലെ കോളേജ് പ്രിൻസിപ്പാളായിട്ടുള്ള മൈസ്കിൻ സൂപ്പറായിട്ടുണ്ട്. പിന്നെ എൻ്റെ അച്ഛനായിട്ട് ജോർജ് മരിയനും വളരെ നന്നായിട്ടുണ്ട്. അനുപമ പരമേശ്വരൻ നന്നായിട്ടുണ്ട്. കായാടു ലോഹർ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഈ സിനിമയിൽ. പിന്നെ അതുപോലെ എടുത്തു പറയേണ്ട വേറൊരു ക്യാരക്ടറാണ് ജൂനിയർ ഡ്രാഗണും ജൂനിയർ ഡ്രാഗണും കൂടി ഈ സിനിമയിൽ പൊളിച്ചടക്കിയിരിക്കുന്നു. അടിപൊളിയാണ്, രണ്ടും സൂപ്പറാണ്. സിനിമ ഒരു രക്ഷയില്ല, അത്രയും നല്ല മൂവിയാണ്. ഒരു നെഗറ്റീവ് എനിക്ക് പറയാൻ ഈ സിനിമയിൽ ഇല്ല, അത്രയും നല്ല മൂവിയാണ്. സിനിമയിലൊരു നല്ലൊരു സീനിൽ പ്രേമത്തിലെ മലരേ നിന്നെ കാണാതിരുന്നാൽ ആ പാട്ടുണ്ട്. ആ സീന് സൂപ്പർ സീനാണ്, നല്ല അടിപൊളി ഒരു സീനാണത്. പിന്നെ സിനിമേൻ്റെ ഡയറക്ടർ അശ്വൻ മാരിമുത്തു ഒരു ചെറിയ റോളിൽ സിനിമയുണ്ട്. അത് നല്ല യുവാക്കൾക്ക് മാതൃകയാക്കാൻ പറ്റിയ നല്ല ഒരു സൂപ്പർ റോളിലാണ് നമ്മളെ ഡയറക്ടർ ഈ സിനിമയിൽ വരുന്നുള്ളത്. സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്, ഗൗതം മേനോൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ സിനിമയുണ്ട്. അതിൽ ഓരോരുത്തരും അവർക്ക് കിട്ടിയ വേഷങ്ങൾ വളരെ ഭംഗിയായി വൃത്തി പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അത്രയും നന്നായിട്ട് സിനിമ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ സിനിമേൻ്റെ ക്ലൈമാക്സ് സൂപ്പറാണ്. ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലൈമാക്സ് അല്ല, 2 ക്ലൈമാക്സൊക്കെ വരുന്നുണ്ട്, നന്നായിട്ടുണ്ട് ഓരോ ക്ലൈമാക്സും. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളൂ, ഈ സിനിമ മിസ് ചെയ്യരുത്, അത്രയും നല്ല മൂവിയാണ്. അപ്പോൾ തീർച്ചയായും എല്ലാവരും കുടുംബസമേതം തന്നെ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുക. പ്രത്യേകിച്ച് യുവാക്കൾ കാണേണ്ട മൂവിയാണ്, നല്ല മൂവിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഞാൻ പുതിയ സിനിമാ വിശേഷങ്ങളുമായി ഉടൻ തന്നെ വരും. അപ്പോഴേക്കും എല്ലാവർക്കും നമസ്കാരം, ബൈ.